മാഡം ഞങ്ങൾ പറയുന്നത് പോലെ ചെയ്താൽ മതി. ഇന്ന് തന്നെ അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം. ഇനി ഒരിക്കലും അവൻ നമ്മുടെ പ്രോഗ്രാമിന് വരരുത്. ആടിച്ച് കാല് രണ്ടും ഒടിക്കണം. പക്ഷെ ഒക്കെ ഒരു കരുതലോടെ വേണം. നാളെ പത്രത്തിലൊന്നും വാർത്ത ഹലോ മർലിൻ, ഞാൻ രമേശാണ്. രമേശ്, പിന്നെ രമേശിനെ എനിക്കൊന്ന് കാണുമായിരുന്നല്ലോ. കാണാലോ മർലിൻ, എപ്പോ വേണമെങ്കിലും കാണാലോ. ഇന്ന് തന്നെ ഒന്ന് കാണാൻ പറ്റുമോ? മെർലിൻ പറയുന്ന ഏത് നിമിഷത്തിലും ഞാൻ റെഡിയാണ്. എങ്കിലാ പോർട്ടേരിയല്ലേ, അവിടെ വരൂ ഒരു 12 മണിക്ക്. ഞാനവിടെ കാത്തു നിൽക്കാം. എനിക്ക് ഏറെ സംസാരിക്കാനുണ്ട്. ഞാൻ വരും മെർലിൻ, തീർച്ചയായിട്ടും വരും. വരാന്ന് പറഞ്ഞു. വാ, വേഗം വാ, ഉടനെ പോകാം. സുന്ദരം, നമുക്ക് ഒരുമിച്ച് പോവാം. മെർലിൻ, ഇത് ഞാനാണ് രമേശ്. മെർലിൻ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ മെർലിൻ? കേൾക്കുന്നില്ലേ? ആ, കേൾക്കുന്നുണ്ട്. ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നു അല്ലേ? ഐ ആം സോറി. രമേശ്, ഇത് എവിടുന്നാ? ഇങ്ങോട്ട് വരൂ. എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞാലേ ഞാൻ വരൂ. എനിക്ക് മെർലിനെ ഇഷ്ടമാണ്. മെർലിൻ എന്നെ ഇഷ്ടപ്പെടണം, എന്നാലേ ഞാൻ വരൂ. പറയൂ, എന്നെ ഇഷ്ടമാണെന്ന്. എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറയണല്ലേ? ഒരു കാലവും നിന്നെ ഞാൻ ഇഷ്ടപ്പെടില്ല. എന്തെങ്കിലും പറയാനുണ്ടോ നിനക്ക്? ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വാ. ചോണയുണ്ടെങ്കിൽ ഇങ്ങോട്ട് വാ. ഇന്ന് രാത്രി എനിക്ക് എല്ലാം തീർക്കണം. വാ, വരാൻ. ഞാൻ വരില്ല. മെർലിൻ എന്നെ ഇഷ്ടമല്ലെങ്കിൽ ഞാൻ വരില്ല. നീയല്ലേ പറഞ്ഞു നിനക്ക് എന്നെ ഇഷ്ടമാണെന്ന്? അത് സത്യമാണെങ്കിൽ ഇങ്ങോട്ട് വാ, വരാൻ. മെർലിൻ, ഞാൻ പറഞ്ഞത് സത്യമാണ്. എനിക്കിഷ്ടമാണ് മെർലിനെ. എന്നിട്ട് 7 മണിക്ക് തന്നെ അവൻ വിളിച്ചോ? ആർക്കറിയാം. അന്ന് രാത്രി തന്നെ ഞാൻ ബോംബെ വിട്ടു. ഈ മനുഷ്യന് ഭയന്ന് എത്ര പ്രോഗ്രാംസാ ഞാൻ ക്യാൻസൽ ചെയ്തത്. ആരും അറിയാതെ എവിടെല്ലാം പോയി ഒളിച്ചു താമസിച്ചു. എങ്ങനെയാണെന്നറിയില്ല. എവിടെ ചെന്നാലും അയാൾ ആ സ്ഥലത്ത് വരും, ഫോൺ ചെയ്യും. പേടിച്ച് ഞാൻ അവിടുത്തെ സ്ഥലം മാറും. ഇങ്ങനെ എത്ര നാളാ? അയാൾ എന്നെ ഒരു നിഴല് പോലെ പിന്തുടരുകയാണ് ഇപ്പോഴും. എനിക്കും എന്റെ ട്രോപ്പിലുള്ളവർക്കും ജീവിക്കണ്ടേ? എന്ത് വന്നാലും ഇനി എനിക്ക് പ്രോഗ്രാം നടത്തിയേ പറ്റൂ. അയാൾ എന്നെ വിളിക്കരുത്, എന്നെ വന്ന് കാണരുത്, എന്റെ പ്രോഗ്രാമിനും വരരുത്. അതിനുവേണ്ടി ഞാൻ ആ പരാതി തന്നത്. അവൻ വരില്ല, വിളിക്കില്ല, പ്രോഗ്രാം കാണുകയുമില്ല. അതിന് ഞാനാണ് ഉറപ്പ്. ദേ സത്യം. ഹലോ, ഉണ്ടല്ലോ സാറിനാ ഫോൺ. കണ്ടില്ലേ, കമ്മീഷണർ ആയിരിക്കും. ഇനി അവനെ പിടിക്കുന്നത് വരെ രാത്രിയും പകലും ഒക്കെ വിളിയോട് വിളിയായിരിക്കും. യെസ് സർ. ഞാൻ രമേശാണ്. ഞാൻ അറിഞ്ഞു സാറിനാണ് മെർലിന്റെ സെക്യൂരിറ്റിയുടെ ചുമതല എന്ന്. ആയിരിക്കാം. സർ, മെർലിൻ വെറുതെ എന്നെ തെറ്റിദ്ധരിക്കുകയാണ്. അവരുടെ ലക്ഷക്കണക്കിന് വരുന്ന ആരാധകരിൽ ഒരാൾ മാത്രമാണ് ഞാൻ.
പിന്നെ നാളെ മെർലിന്റെ പരിപാടികളുടെ തുടക്കമാണല്ലോ. ആ പരിപാടികൾ തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് മെർലിന് ഒരു പൂച്ചെണ്ട് കൊടുത്താൽ കൊള്ളാമെന്നുണ്ട്. അതെന്റെ ഒരു ആഗ്രഹമാണ്. ദയവ് ചെയ്ത് സാർ അതിന് സമ്മതിക്കണം. വന്നോളൂ, പൂച്ചെണ്ട് കൊടുക്കാൻ ധൈര്യമായിട്ട് വന്നോളൂ. എനിക്ക് നിങ്ങളെ മുഴുവനായിട്ടൊന്ന് കാണാലോ. താങ്ക് യു സാർ. സാർ, ഞാൻ അവരുടെ ഗസ്റ്റ് ഹൗസിൽ നിന്നാണ് സംസാരിക്കുന്നത്. നാളത്തെ പരിപാടിക്ക് മുമ്പ് ഒരു പൂച്ചെണ്ട് കൊടുക്കാൻ വന്നോട്ടെ എന്നവൻ വിളിച്ചു ചോദിച്ചു. ആര്? രമേശ്. വന്നോളാൻ ഞാൻ പറഞ്ഞു. നന്നായി, പിടിച്ചിഞ്ഞു കൊണ്ടുവന്നേ. ശരി സാർ. മിസ്റ്റർ അപ്പുക്കുട്ടൻ, എന്താ നിങ്ങൾ ഈ കാണിച്ചത്? എന്താ നിങ്ങളുടെ ഉദ്ദേശം? അയാളോട് നിങ്ങൾ എന്തിനാ വരാൻ പറഞ്ഞത്? മാഡം, ഇത് ബോംബെ പോലീസോ ഡൽഹി പോലീസോ ഒന്നല്ല, നമ്മുടെ സംസ്ഥാന പോലീസാണ്. ഞങ്ങൾക്ക് ചില മുറകളും രീതികളും ഒക്കെ ഉണ്ട്. അവൻ നിങ്ങളെ കാണില്ല, നിങ്ങളുടെ പ്രോഗ്രാമും കാണില്ല. എന്താ ഇത്ര ഉറപ്പ്? ഉറപ്പുള്ളത് കൊണ്ട് തന്നെ, ഇല്ലെങ്കിൽ എന്റെ മുഖത്ത് കുത്തി ചോദിച്ചോളൂ. അപ്പോഴേ ഏതായാലും സാർ അയാളോട് വരാൻ പറയണ്ടായിരുന്നു. അവൻ വരുന്നു എന്ന് പറഞ്ഞു, ഞാൻ വന്നോളാൻ പറഞ്ഞു. അവൻ കാശ് മുടക്കി അവന്റെ കഴുത്ത് ഞങ്ങളുടെ കയ്യിൽ കൊണ്ടുവന്നിട്ട് പിടിച്ചോളാൻ പറയുമ്പോ, വേണ്ട രമേശ, നീ എവിടെയെങ്കിലും പോയി ഒളിച്ചിരുന്നോ, ഞങ്ങൾ വന്ന് നിന്നെ ഓടിച്ചിട്ട് പിടിച്ചോളാം എന്ന് പറയാൻ ഇതെന്താ കള്ളനും പോലീസും കളിയാ? മാർപ്പാപ്പാനെ കുർബാന പഠിപ്പിക്കണ്ട കേട്ടാ. സാർ, ഞാനാണ് രമേശ്. എന്നെ ഇവിടെ വരാൻ അനുവദിച്ചതിൽ എനിക്ക് വളരെ നന്ദിയുണ്ട്. എനിക്കതിനേക്കാൾ 10 ഇരട്ടി നന്ദി അങ്ങോട്ടുണ്ട് രമേശ. യു ആർ അണ്ടർ അറസ്റ്റ്. എന്തിനാ? കൃഷ്ണൻകുട്ടി വിലങ്ങൾക്ക്. അതാണ് ചോദിച്ചത്, എന്തിനാന്ന്. വെക്കടോ വിലങ്ങ്. ഓൺ വാട്ട് ചാർജ്? എന്നാ പിടിച്ചേ, മിസ്റ്റർ രമേശിനെ അകത്തേക്ക് വിട്ടേക്കൂ. അത് പറ്റില്ലല്ലോ. ഐജിക്ക് പോയ പെറ്റീഷനാണ്. കമ്മീഷണറുടെ ഓർഡറിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത്. അത് പറ്റില്ലെന്നാ പറഞ്ഞത്. എന്തുകൊണ്ട് അത് പറ. ആ കയ്യിലിരിക്കുന്ന പേപ്പർ സാറൊന്ന് സൂക്ഷിച്ചു നോക്കിയേ. കോർട്ടിൽ നിന്നുള്ള ഓർഡറാ, മുൻകൂർ ജാമ്യം. അല്ല, ഇതിപ്പോ എവിടുന്ന് കിട്ടി? അതിലല്ലേ ഞങ്ങൾ ഈ കുപ്പായോട്ട് ബോർഡും തൂക്കിയിരിക്കുന്നത്. രമേശിനെ അകത്തേക്ക് വിട്ടേക്കൂ. അല്ല, ഈ പെൺകുട്ടിയുടെ പ്രോഗ്രാമിന് ഞങ്ങളുടെ പോലീസ് പ്രൊട്ടക്ഷൻ. അതൊക്കെ നമുക്ക് കോടതി പറയാം. കമാൻഡ് രമേശ്, ലെറ്റ്സ് ഗോ. ഞാനിത് മെർലിന് കൊടുക്കുമ്പോ നിയമപരമായി സാറും കൂടെ വേണം. സാർ വാ. അല്ല, വരാതെ പറ്റില്ലല്ലോ. രമേശ, ഒന്ന് ചോദിച്ചോട്ടെ, ഈ പൂ കൊടുക്കണമെന്ന് നിർബന്ധമാണോ? അതെ. എന്താ? അല്ല, എന്റെ കംപ്ലീറ്റ് ഗ്ലാമർ പോകുന്ന പ്രശ്നമാണേ. പോയിക്കോട്ടെ. ശരിയാ, കോർട്ട് ഓർഡർ ഉള്ളപ്പോ എന്തോന്ന് ഗ്ലാമർ അല്ലേ. ഇതാ മെർലിൻ, ഇപ്പോഴും എന്നോട് ഉള്ളു തുറന്നൊന്ന് സംസാരിക്കാൻ തോന്നാത്തത് കഷ്ടമാണ്. ഇതെനിക്ക് മെർലിനോടുള്ള ഇഷ്ടത്തിന്റെയും ആരാധനയുടേതുമാണ്. ഇത് നമ്മുടെ സാധാരണ പൂക്കളില്ലേ, അതാണ്. വാങ്ങിച്ചോളൂ. താങ്ക് യു. പ്രോഗ്രാം കാണുന്നവരുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ടാവും. ഗുഡ് ലക്ക്.